ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതിനായിട്ട് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കോണാണ്, അതൊന്ന് വേവിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ വേണം. പിന്നെ ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അരിയൊക്കെ ഒന്ന് മാറ്റി. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ആ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1 സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ വേണം നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനൊരു 2 ബ്രെഡ് വെച്ച് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിലായിരിക്കണം. ബ്രെഡിൻ്റെ 4 സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതുപോലെ ഒന്ന് ഇതേ രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ആ ഗ്യാപ്പിൽ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡിൽ ഇതുപോലെ രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കോണൊന്ന് ബോയിൽ ചെയ്ത കോണാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി വേണ്ടത് ചീസാണ് വേണ്ടത്. ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കണം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഈ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ബ്രെഡും മുട്ടയും മാത്രം മതിയാകും. ഒത്തിരി സമയവും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.